വിശുദ്ധ കുർബാന എന്താണ്? വിശുദ്ധ കുർബാന 2000 കൊല്ലം മുമ്പ് യേശു സഹിച്ച ആ വലിയ കഷ്ടാനുഭവത്തെ ഒരിക്കൽ കൂടി ആചരിക്കുന്നതല്ല വിശുദ്ധ കുർബാന. പിന്നെയോ ഇന്ന് സ്വർഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ നാം കാണുന്നത്. ഇന്ന് സ്വർഗത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് പുത്രനാം തമ്പുരാൻ താൻ അനുഭവിച്ചതായ കഷ്ടപ്പാടുകൾ, കഷ്ടാനുഭവം, അതിൻ്റെ രക്തം പിതാവിൻ്റെ മുമ്പിൽ കാണിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കുകയാണ്. അതാണ് വിശുദ്ധ കുർബാനയിൽ നാം കാണുന്നത്. അപ്പോൾ പുത്രനാം തമ്പുരാൻ ഇരിക്കുന്ന മേൽപ്പെട്ട മഹോന്നതങ്ങളിലേക്ക് നമ്മുടെ വിചാരങ്ങളും ഹൃദയങ്ങളും എല്ലാം ഉയർത്തണമെന്ന് പുരോഹിതൻ ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ മനസ്സും ചിന്തകളും എല്ലാം എവിടെയായിരിക്കണം? അത് മേൽപ്പെട്ട മഹോന്നതങ്ങളിൽ, സ്വർഗത്തിൽ ആയിരിക്കണം. അപ്പോൾ ആ സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ, നഗ്നനേത്രങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ഈ കഷ്ടാനുഭവം നമുക്ക് അത് അനുഭവവേദ്യമാകും. ആ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ കർത്താവ് നമ്മളിലും നാം കർത്താവിലും ആയിത്തീരുകയാണ്. ഈ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുന്നു, നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കുന്നതായ പല കാര്യങ്ങളും, എന്നാൽ അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് നമ്മുടെ കർത്താവിനെ നാം സ്നേഹിക്കണം. കാരണം നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. ആ യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും നാഥനുമായി നാം സ്വീകരിക്കുമ്പോൾ യേശുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ആ വലിയ കഷ്ടാനുഭവത്തിലൂടെ യേശു കടന്നുപോയിട്ട് നമുക്ക് യേശു തന്നതായിട്ടുള്ള ആ രക്ഷയുടെ മഹത്വത്തെ മനസ്സിലാക്കി യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചുകൊണ്ട്, യേശുവിനെ ദൈവമായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ യേശുവിനെ ആരാധിക്കുമ്പോൾ നിശ്ചയമായും യേശുവിൻ്റെ അത്ഭുത ശക്തി നമ്മളുടെ ജീവിതത്തിലും അനുഭവപ്പെടും.